ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരായിരിക്കും ആ പ്രശസ്തനായ വ്യക്തിയെന്ന്. നമ്മുടെ റാപ്പർ വേടൻ അല്ലാതെ ആരാ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേറെ ആരാ ഉള്ളതെന്ന്. അപ്പോൾ റാപ്പർ വേടൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈറലാവാൻ മാത്രം അദ്ദേഹം അതിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കണ്ടേ. തൻ്റെ പുതിയ പാട്ട് പുറത്തിറങ്ങിയാൽ അടിക്കുമെന്ന് ചിലർ പറഞ്ഞതായി റാപ്പർ വേടൻ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പുതിയ ഗാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു വേടൻ. 10 തല എന്ന പേരിൽ തൻ്റെ പുതിയൊരു പാട്ട് വരുന്നുണ്ടെന്നും ആ പാട്ടിറങ്ങിയാൽ എന്നെ വെടിവെച്ച് കൊല്ലുമോ എന്ന് പോലും അറിയില്ലെന്നും വേടൻ പറയുന്നു. രാവണനെ കുറിച്ചുള്ള പാട്ട് ശ്രീലങ്കയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയതാണെന്നും വേടൻ കൂട്ടിച്ചേർത്തു. കമ്പരാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പാട്ട് എഴുതിയത്. പാട്ടിലെ നായകൻ രാവണനാണ്. ഞങ്ങൾക്ക് രാമനെ അറിയില്ലെന്നും പാട്ടിറങ്ങിയാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്നും വേടൻ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഒരുപാട് റിസർച്ച് ചെയ്ത് ചെയ്യേണ്ട പാട്ടാണ് 10 തല. അത് സമയമെടുത്ത് ചെയ്യേണ്ട പാട്ടാണ്. അതിനകത്ത് കുറേ പഠിക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയമെടുത്തിട്ടേ 10 തല ഇറങ്ങും. 10 തലയാണ് ഇപ്പോൾ പ്രശ്നമായി കൊണ്ടിരിക്കുന്നത്. പാട്ടിറങ്ങിയാൽ എന്നെ അടിക്കുമെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു എന്നാണ് വേടൻ പറഞ്ഞത്. രാംലീല മൈതാനത്ത് രാവണ പെരുമ്പാടനെ അമ്പെയ്ത് കത്തിക്കുന്ന ഒരു ചടങ്ങ് നടക്കാറുണ്ടെന്നും അത് പൂർണ്ണമായും വെറുപ്പ് സൃഷ്ടിക്കുന്ന ഒന്നാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ജനസമൂഹത്തിന് മേൽ അത് വെറുപ്പ് സൃഷ്ടിക്കുന്നു. അതിനെതിരെ ഒരു പാട്ട് എഴുതുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാട്ട് വരുന്നതെന്നും വേടൻ കൂട്ടിച്ചേർത്തു. എന്ത് കണ്ടാലും തനിക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല. പാട്ടിലൂടെ താൻ അതിനെതിരെ പ്രതികരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രാഷ്ട്രീയം ഞാൻ പാട്ടിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും വേടൻ പറഞ്ഞു. വേടൻ്റെ വാക്കുകൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ വേടൻ്റെ പാട്ടുകൾ? ഡ്രഗ്സിൻ്റെ കേസിൽ കൂടി അറസ്റ്റായതോടെ ആള് ട്രെൻഡിങ് ആണ് കേട്ടോ. തനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതിലൊക്കെ ചെന്ന് പെട്ടത്. ഇനി ആവർത്തിക്കില്ല. നിങ്ങളോട് പറയാനുള്ളത് ഇതൊന്നും യൂസ് ചെയ്യരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ റാപ്പർ വേടൻ്റെ 10 തല കാരണം വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് വേടൻ. ഇതെന്നല്ലൊരു പബ്ലിസിറ്റി സ്റ്റണ്ടായിരിക്കുമോ എന്നുള്ള സംശയവും നമുക്കുണ്ട്. കാരണം പബ്ലിസിറ്റി ഉണ്ടെങ്കിലല്ലേ പാട്ട് വന്നാലും ഹിറ്റും ട്രെൻഡിങ്ങും ഒക്കെ ആവും. വേടൻ്റെ ആവുമ്പോൾ ഏത് പാട്ടായാലും ഹിറ്റാവുമെന്നുള്ള കാര്യം ഉറപ്പ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് വേടൻ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ ഒരു ഉത്സവത്തിന് ചെന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ചെന്നാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത് വേടൻ്റെ പാട്ടായിരിക്കും. അത്രയ്ക്ക് ട്രെൻഡിങ് ആണ്. അപ്പോൾ പഴയ പാട്ടുകൾ തന്നെ ഇത്രയും ട്രെൻഡിങ് ആയിരിക്കുമ്പോൾ പുതിയ പാട്ടൂടെ വന്നാൽ എന്തായിരിക്കും? അതും ഇത്രയും വിവാദമൊക്കെ ആവുമെന്ന് വേടൻ തന്നെ പറയുന്നൊരു പാട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ആരാധകർ ഇതിനോടകം തന്നെ എല്ലാവരും ഇതിനായി കാത്തിരിക്കുകയാണ്. 10 തല എന്ന പാട്ട് കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ടായിരിക്കും വേടൻ ഇറക്കുന്നത്. എന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് ആ പാട്ട് കേൾക്കാൻ പറ്റണേ എന്നുള്ളതായിരിക്കുമല്ലോ മനസ്സിൽ. എന്തൊക്കെ പറഞ്ഞാലും വിമർശിക്കുന്നവർ വരെ വേടൻ്റെ പാട്ട് കേൾക്കാതെ പോകില്ല എന്ന കാര്യം നമുക്കറിയാം. എന്തായാലും 10 തല എന്ന പാട്ടിനായി നമുക്ക് കാത്തിരിക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.